പക്ഷെ സഹദേവൻ പറഞ്ഞ കഥ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്കും അതത്ര വിശ്വാസമായിട്ടില്ല. ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് വിഗ്രഹം കൊടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാമേ? ആ, അത് ശരി തന്നെ ദേവാ. പക്ഷേ എന്തായാലും കിട്ടിയത് ഒരു ഈശ്വര വിഗ്രഹമല്ലേ? അതിനപ്പുറം വലിയൊരു ദൈവാനുഗ്രഹം വേറെ എന്താ ഉള്ളത്? അല്ലെങ്കിലും അഷി ഭാഗ്യമുള്ള കുട്ടിയാ. ഓ, ഇപ്പോഴെങ്കിലും ദേവട്ടത് സമ്മതിച്ചല്ലോ, ഭാഗ്യം. അതെന്താ ഞാൻ എപ്പോഴാ മറിച്ച് പറഞ്ഞിട്ടുള്ളത്? അല്ല, നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണില് ഭാഗ്യവും ഈശ്വര അനുഗ്രഹമൊക്കെ ഉള്ളത് ദുർഗയ്ക്ക് മാത്രമാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എന്റെ മക്കള് തമ്മിൽ ഞാൻ ഒരു രീതിയിലും വേർതിരിവ് കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയില്ല. വേർതിരിവ് കാണിക്കുന്നതും മാറ്റി നിർത്തുന്നതും നീയും വസുമതിയാ. ദുർഗയെ മാറ്റി നിർത്തിയെങ്കിലേ നന്നായി പോയി. ഇനിയും ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. അതിന് അമ്മ ഇനി എത്ര പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓ, ഇപ്പൊ തന്നെ ഇതുപോലൊരു മഹാഭാഗ്യം ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്നത് അഷിമോളുടെ ഭാഗ്യം കൊണ്ട് മാത്രമാ. ആ, അങ്ങനെങ്കിൽ അങ്ങനെ. എന്തായാലും സംഭവിച്ചതെല്ലാം നല്ല കാര്യങ്ങളാ. അതെ, ഒരു തരത്തിൽ പറഞ്ഞാ ദുർഗമോൾ അവിടെ ഉള്ളത് നന്നായി. ദേവിയുടെ പൂജാവിധികളെല്ലാം ദുർഗമോൾക്ക് നന്നായിട്ട് അറിയാം. ഓ, എന്താ ഇതുവരെ ദുർഗയെ പൊക്കി പറയാത്തതെന്ന് ഞാൻ ഓർത്തിരിക്കുവായിരുന്നു. ഒരാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അറിയാന്ന് പറയുന്നത് പൊക്കി പറയുന്നതാണോ? അതെ, ദുർഗയ്ക്ക് സാധാരണക്കാർക്ക് അറിയാത്ത പലതും അറിയാം. അതൊക്കെ അവളുടെ കൈ തന്നെ ഇരുന്നാ മതി. നീ എന്തിനാ ഗിരിജ ദുർഗയെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദുർഗയ്ക്ക് പൂജാവിധികൾ അറിയാമെന്ന് നിനക്ക് അറിയാവുന്നല്ലേ? അറിയാവേ. പിന്നെ ആ വീട്ടിൽ വിഗ്രഹം വെച്ച് ദുർഗ പൂജ നടത്തേണ്ട കാര്യമൊന്നുമില്ല. വിഗ്രഹം ഉടനെ തന്നെ അവിടെ നിന്ന് മാറ്റുന്നാ പറഞ്ഞത്. അല്ലാതെ പൂജ ചെയ്തോണ്ടിരിക്കാൻ അത് ക്ഷേത്രമൊന്നും അല്ലല്ലോ, ഒരു സാധാരണ വീടല്ലേ. ഓ, കല്യാണം കഴിച്ച് ഭർത്താവിനെയും കൊണ്ട് സ്വന്തമായി ഒരു വീടെടുത്ത് താമസിക്കാനോ കുടുംബം നടത്താനോ അറിയാത്തവളാ പൂജ ചെയ്യാൻ പോകുന്നത്. തുടങ്ങി അവളുടെ കുശുമ്പ് വർത്താനം. അതെ, തുടങ്ങി. കൊച്ചുമോളെ ഓർത്ത് അഭിമാനിക്കുന്ന അമ്മ അവളെ വിളിച്ചൊന്ന് ഉപദേശിക്കും. അന്യന്റെ ചെലവിൽ അധിക നാൾ ഭക്ഷണം കഴിച്ചാൽ ദഹനക്കേട് വരുമെന്ന് അമ്മ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു ദുർഗ നാശം. ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാനോ തിരുത്താനോ ഈ ഭൂമിയിൽ ഒരാളെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഷ്ടം തന്നെ. ദുർഗ, അവിടെ എന്താ അവസ്ഥ? ഇവിടെ ഓക്കെയാണ്, ഇപ്പൊ ആരുമില്ല. എന്നാ പിന്നെ ഇപ്പൊ വിഗ്രഹം എടുത്താലോ? നോക്കാം. എടുക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നാ പണിയാവും. ശരി, പറഞ്ഞാ മതി. വെയിറ്റ് വെയിറ്റ്, ആരോ വരുന്നുണ്ട്. ആര്? ഇവളിതെന്താ രാത്രി വന്നെന്ന് പ്രാർത്ഥിക്കുന്നത്? എന്തോ കള്ളത്തരമുണ്ടല്ലോ.
ഇവളെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഹലോ ദുർഗ, ആരവിടെ വന്നേ? അശ്വതി, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഏ? അതെന്താ? എനിക്ക് പ്രാർത്ഥിച്ചൂടെ? ദേവിയുടെ അനുഗ്രഹം എനിക്ക് കിട്ടിയ എന്തേലും കുഴപ്പമുണ്ടോ? അക്ഷിതയാണോ അവിടെ വന്നത്? ആ, എന്നാ പ്രാർത്ഥിച്ചോ. ഹും, ഞാൻ ഏതായാലും രാവിലെ വരെ നാമം ചൊല്ലി ഇരിക്കാന്നാ കരുതുന്നേ. എങ്കി ഞാനും അങ്ങനെ തന്നെയാ. അല്ല, ഈ സമയത്ത് രാത്രി വെറുതെ ഉറക്കം കളയണോ? ഹും, BP എങ്ങനെ കൂടിയാലോ? ഒരു ദിവസം ഉറങ്ങാതിരുന്നെന്ന് പറഞ്ഞ് BP ഒന്നും കൂടാൻ പോകുന്നില്ല. ഛേ, ഇവളിത് കുളവാക്കാൻ വേണ്ടി വന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് മുഴുവൻ ഇവിടെ ഇരുന്ന് നാമം ജപിക്കാം അല്ലേ? ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുന്നേ. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും.